സുഹൃത്തുക്കളെ, നമ്മൾ ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ. അതേമാതിരി നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് സിനിമകളിലൊക്കെ ഈ പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ള പ്രണയകഥകളും അല്ലെങ്കിൽ പ്രണയഗാനങ്ങളൊക്കെ നമ്മൾ ഈ പൈൻ മരങ്ങളെ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇതിനെ പൈൻ ഫോറസ്റ്റ് എന്നും പൈൻ പാർക്ക് എന്നും പൈൻ വാലി എന്നൊക്കെ ഈ ഒരു സ്ഥലത്തിനെ പറയപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ പൈൻ കാടുകൾ നമ്മൾ ഒരുവിധം ടൂറിസ്റ്റ് പ്ലേസുകൾ, പ്രത്യേകിച്ച് തണവുള്ള സ്ഥലങ്ങളായിട്ടുള്ള കൊടൈക്കനാലിലും ഊട്ടിയിലും, ഇനിയിപ്പോൾ അതല്ല നമ്മൾ അങ്ങോട്ട് നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ മണാലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേമാതിരി പൈൻ കാടുകളാണ് കാണാം, പൈൻ പാർക്കുകൾ കാണാം. അങ്ങനത്തെ ഒരു പൈൻ കാടാണ് ഇത്. എവിടെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഊട്ടിയിൽ പോകുന്ന സ്ഥലത്താണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് ഉള്ളത്. ഇതിന് പൈൻ പാർക്ക് എന്നാണ് ശരിക്കും അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ, പക്ഷേ അതിന് പൈൻ വാലി എന്നും അവിടെ പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഹിൽ സ്റ്റേഷൻസിലാണ്. അതായത് ഹിൽ സ്റ്റേഷൻ കുറച്ച് തണവുണ്ടാവും. അപ്പോൾ ഇവിടെ പൊതുവേ തണവുണ്ട്. കൂടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം, അതുമാതിരി നല്ലൊരു തണവും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈൻ പാർക്കിനെ പൈൻ വാലി എന്ന് പറയണതാണ് കൂടുതൽ ഭംഗി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ട് തന്നെ വലിയൊരു ലേക്ക് ഉണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ലേക്ക്, വളരെ വിശുദ്ധമായ ലേക്ക്. പിന്നെ പ്രകൃതി അധികം നശിക്കപ്പെട്ടില്ല, അല്ലാതെ പ്രകൃതിനെ അധികം നശിപ്പിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ്. ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് എന്ന് മാത്രമല്ല, ക്ലീൻ ആയിട്ട് എടുക്കുന്ന ഒരു തടാകം. ഇതിന് ഒരു എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട്. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രൻസ് ഫീസ്. അതുമാത്രമല്ല ഇവിടെ കുറേ കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കുതിരപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു സഫാരിയൊക്കെ നടത്താം. അതുമാത്രമല്ല അവർ കുതിരപ്പുറത്ത് കൊണ്ടുപോയി ഇവിടെ കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നിവിടെ കാര്യമായിട്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല, അധികം ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല. പൊതുവേ നമ്മൾ ഊട്ടിക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഓഫ് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂഡ് നഷ്ടപ്പെടും. കാരണം വെച്ചാൽ അത്രയും തിരക്കാണ്, റോഡൊക്കെ ബ്ലോക്കാവും, പിന്നെ എവിടെ ചെന്നാലും ഭയങ്കര ജനക്കൂട്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം, ഇപ്പം ഞങ്ങൾ വന്ന ദിവസം കുറച്ചൊന്ന് ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വർക്കിംഗ് ഡേയ്സിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഊട്ടിക്കൊക്കെ വരേണ്ടത് വർക്കിംഗ് ഡേയ്സിൽ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഡേയ്സിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല, അത്ര അധികം ജനങ്ങളാണ് വന്ന് കയറുന്നത്. ഈ ലേക്ക് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. കണ്ടാ ചുറ്റും പച്ച പിടിച്ചിട്ട്, അതുമാത്രമല്ല വെള്ളത്തിന് വരെ പച്ച കളറാണെന്നുള്ളതാണ്. കണ്ടാ പിന്നെ അതല്ല, പൊതുവെ ജനങ്ങൾ അല്ല ചെങ്ങി അങ്ങനെ ഒരു പ്രകൃതി നാശം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ലേക്ക് ഇങ്ങനെ കെടുക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ ഈ ലേക്കിലൊക്കെ ബോട്ട് ഓടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് അതോടെ ആ ലേക്കിൻ്റെ ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെടുക ചെയ്യുക. ഇപ്പോൾ ഊട്ടിയിൽ തന്നെ വേറെ ലേക്ക് ഉണ്ടല്ലോ, അതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആകെ നാശമായിട്ടുണ്ടാവും, കച്ചറ ഇട്ടിട്ടും പിന്നെ ഈ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതിൻ്റെ ഒരു പ്രകൃതി ഭംഗി എന്നുള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വാലിയിൽ ഇതില്ലേ, ഈ പൈൻ ഫോറസ്റ്റിലുള്ള ഈ വാലി അല്ല ഈ ലേക്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. കാരണം മനുഷ്യരങ്ങോട്ട് എത്തിപ്പെടാത്തതിൻ്റെ പേരിലാണ്. അല്ല വെച്ചെങ്കിൽ അവിടെ മനുഷ്യരുടെ കൈ എത്താത്തതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. മനുഷ്യർ കൈയെത്തുന്നുണ്ടാവും, പക്ഷെ അവിടുത്തെ ഗവൺമെൻറ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയതിൻ്റെ പേരിലാണ് ഈ ഒരു ലേക്ക് ഇങ്ങനെയും മനോഹരമായിട്ട് തന്നെ ഇപ്പം നിലനിൽക്കണമെന്ന് തോന്നുന്നു. ഈ പൈൻ മരങ്ങളെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേനും ഈ പൈൻ മരങ്ങൾ തെറ്റില്ലാത്തൊരു നല്ലൊരു തടിയായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതിനെ 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈൻ മരങ്ങൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ പൾപ്പില്ല, അതായത് പേപ്പർ ഉണ്ടാക്കാൻ അല്ലെച്ചെങ്കിൽ പ്ലൈവുഡൊക്കെ ഉണ്ടാക്കാനുള്ള പൾപ്പായിട്ട് ഈ പൈൻ മരങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതന്നെ ഒരു 25-30 വർഷം അല്ലെങ്കിൽ ഒരു 20-25 വർഷം കഴിഞ്ഞാൽ ഈ പൈൻ മരങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തടിയാണ്. അതുകൊണ്ട് ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കും. അതായത് കട്ടിൽ അങ്ങനെയുള്ള ഫർണിച്ചറുകളൊക്കെ ഈ 10-25 വർഷം കഴിഞ്ഞിട്ടുള്ള പൈൻ മരങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് തന്നെയാണ് ടർപ്പൻ്റ് ഓയിൽ, റോസ് ഓയിൽ, അതേമാതിരി വുട്ടാർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും ഈ പൈൻ മരങ്ങളിൽ തന്നെയാണ്. പിന്നെ ഈ പൈൻ മരത്തുമ്പോൾ ഒരു തരം കായ ഉണ്ടാവും, ഒരു നട്ട്സ്. അത് വളരെ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല അത് നല്ല പോഷകം ഉള്ള സാധനമാണെന്നാണ് പറയുന്നത്. മഗ്നീഷ്യം, omega-3 ഒക്കെ ഉള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത് ആ ഒരു നട്ട്സ്. പക്ഷേ ഞാനിന്ന് വരെ കഴിച്ചിട്ടില്ല. കാരണം നമ്മളപൂർവ്വമൊക്കെ ആയിട്ടല്ല ഇത് ഈ പൈൻ കാടുകളിൽ പോയാലും അത് കാണാൻ പറ്റാറില്ല ഈ നട്ട്സ് ഒന്നും. അപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞു, പൈൻ ഫോറസ്റ്റ്, അതേമാതിരി അവിടുത്തെ ലേക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ തിരിക്കുകയാണ്. ചെറിയൊരു കയറ്റാണ്. ഇപ്പോൾ റോട്ടിലേക്ക് ഇങ്ങോട്ട് കയറണ വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ കയറ്റാണല്ലോ. ഇറങ്ങുമ്പോൾ വളരെ ഈസി ആയിട്ടുണ്ട് ഇറങ്ങി പോകുന്നത്. പക്ഷെ കയറുമ്പോൾ ഒന്ന് കതയ്ക്കും ചെറിയ രീതിയിൽ. കാരണം അത്ര വലിയൊരു കയറ്റമല്ല. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നില്ല, പക്ഷെ നടന്ന് കയറുമ്പോഴാണ് ഇതൊരു അത്യാവശ്യമുള്ള ഒരു കയറ്റാണെന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഊട്ടിയിലെ പൈൻ പാർക്ക് അല്ല പൈൻ വാലിയുടെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേമാതിരി നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ പറ്റിയെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.